കണ്ടോ? അപ്പോ ഡിസ് ഫസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഡിസൈൻ വരും. പിന്നെ പ്രസന്റേഷൻ ആണെങ്കിൽ ആ ഒരു രൂപത്തിലാണ് പോകുക. അപ്പൊ ഇവിടെ കുറെ പ്രസന്റേഷൻ ടെംപ്ലേറ്റുകൾ എന്ന് കാണാം. അതായത് മുന്നേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് പോവാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ടൊരു പുതിയൊരു പോസ്റ്റർ എന്നുള്ള രൂപത്തിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കണ്ടോ, ഇതിന്റെ സൈസ് ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോ ഇപ്പൊ ഞാൻ ഈ ഒരു ജസ്റ്റ് ഒരു സൈസ് സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടുന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് എന്നുള്ള രൂപത്തിൽ ഇതായി പോകും. അപ്പൊ പിന്നെ ഇതിൽ നമുക്ക് ഓരോ എലമെന്റ്സ് ആഡ് ചെയ്തിട്ട്, അപ്പൊ ഈ സംഭവത്തിന് എലമെന്റ്സ് എന്ന് പറയാം. ഇനി അതല്ല, ഇപ്പൊ നമുക്ക് ഓരോ ഇമേജസ് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ അപ്ലോഡ് കൊടുക്കുക. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് ഉള്ളത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. നമുക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു സംഭവം അതിന്റെ പൊസിഷൻ എവിടെയാണ്, ഇപ്പോൾ കറക്റ്റ് സെൻട്രൽ വരുമ്പോൾ ഈ ഒരു ലൈന് ഇതായിട്ട് വരും, ഈ ഒരു മജന്ത കളർ ഇതായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ പുതിയൊരു പേജ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പേജ് ഇവിടെ കാണും, ആഡ് പേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ അടുത്ത പേജിലേക്ക് അങ്ങനെ പോകും. ഇനിയിപ്പോ ഓരോ പേജിലും നമുക്ക് ഓരോ കണ്ടന്റ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു റിവ്യൂ കാണാം. ഈ ഒരു ഇത് ഫുൾ സ്ക്രീൻ കൊടുത്തു ഇവിടെ ഓപ്പൺ പ്രസന്റ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രസന്റ് വ്യൂ ആയിട്ട് കാണാം, ഈ രൂപത്തിലായിരിക്കും. അപ്പൊ നമുക്കൊരു ഷെയർ ഒരു റിമോട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ PPT ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ റിമോട്ട് കണ്ടിട്ട് ഉണ്ടെങ്കിൽ അതിൽ ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത്. പിന്നെ ഓരോ ഇപ്പോ ഇതിന്റെ ടൈമർ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതായി കൊടുക്കാം. ഇപ്പോ സോറി, ടൈമർ മാറ്റിയല്ല, ടൈമറൊക്കെ കൊടുക്കുന്നതാണ്. നമ്മളൊരു ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതൊക്കെ കൊടുക്കും ഒരു സംഭവം. PPTയുടെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ എത്രത്തോളം നോക്കുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. PPTയിലേക്ക് പിന്നെ നമുക്കധികം ഇത് വരുന്നത് വെച്ചാൽ ഓരോ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ. അതിലിപ്പോ ഓരോ പ്ലാറ്റ്ഫോമിനുള്ളത് നമുക്ക് നോക്കും. പോപ്പുലർ എന്നുള്ളൊരു ടാബിൽ ഇവിടെ കാണാം. ഇനി അതല്ല വാട്സപ്പിന്റെ എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിലുള്ള സംഭവങ്ങൾ വരാം. വാട്സപ്പ് സ്റ്റാറ്റസിനുള്ള പോസ്റ്റർ അതിന്റെ ഒരു സൈസ് ആയിട്ട് വരും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പുതിയൊരു ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് വരും. ഇനി അല്ല, അതിലേക്ക് ഇപ്പൊ നമുക്ക് ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം, ആ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങുന്നത് ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു ടെംപ്ലേറ്റിൽ രൂപത്തിലുള്ള എന്താണ് ഒരു ഇത് വന്നു. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ പേര് അല്ലെങ്കിൽ എന്താണോ അപ്പൊ നമ്മുടെ കണ്ടന്റ് ആ രൂപത്തിൽ കൊടുക്കാൻ പറ്റും.
ജസ്റ്റ് പിന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു സ്ട്രക്ചർ കിട്ടി. പിന്നെ നമുക്ക് അത് റീവർക്ക് ചെയ്താൽ മതി. അതുപോലെ ഇപ്പോൾ ഇതിലുള്ള കളേഴ്സ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം, ഇവിടെ വരും, ഈ കളേഴ്സ് മാറ്റി കൊടുക്കും. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കണ്ടന്റുകൾ എന്തെങ്കിലുമൊക്കെ മാറ്റണം, ഇപ്പോൾ ഇമേജ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ബ്ലാങ്ക് ഒരു ഇത് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു അപ്ലോഡ് ചെയ്തൊരു ഇമേജ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് ഇതിലേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജിന്റെ ഒരു സ്ഥലത്ത് അത് പോയി നിൽക്കും. പിന്നെ അത് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടി ആ ഒരു സംഭവത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വീണ്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ഇമേജ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ഇമേജ് ഫുള്ളായിട്ട് ഇങ്ങനെ വരും. ഇനി അതല്ല, അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഈ രൂപത്തിൽ ഇങ്ങനെ കൊടുക്കുക ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഫുള്ളായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ള രൂപത്തിലാണ്. ഇനിയിപ്പോൾ ഒരു സ്റ്റാറ്റസ് അല്ല നിങ്ങൾ ഇതാക്കുന്നത്, 2 സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ ആഡ് പേജ് കൊടുക്കുക. അപ്പോൾ അതേപോലെ ഒരു പേജ് ആഡ് ആവും. പിന്നെ നമുക്ക് എന്ത് പുതിയൊരു ഫ്രം സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സ്ക്രാച്ചിൽ നിന്ന് ചെയ്യുന്ന പോലെ തുടങ്ങാം. ഇനി അതല്ല, ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്നുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതേ കോപ്പി ഇവിടെ ഇതായിട്ട് വരും. അത് പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടി. ബാക്കി ഇപ്പോൾ ഇമേജ് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ഇതായി. പിന്നെ ഇതെല്ലാം ഇപ്പൊ നമുക്ക് പറയാം ഓരോ ലെയേഴ്സ് എന്നാണ് പറയാം. ഇതൊരു ലെയർ, ഇതൊരു ലെയർ, ഇതൊരു ലെയർ, ഇതൊക്കെ. ഇപ്പൊ കണ്ടോ, ഇതിന്റെ താഴെ കുറച്ച് കണ്ടന്റുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കണ്ടന്റ് ആണ് മുകളിൽ വരേണ്ടത്. അപ്പൊ ജസ്റ്റ് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ലെയർ കാണാം. ആ ലെയറിനെ ബ്രിങ് ടു ഫോർവേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രണ്ടിലേക്ക് വരും. ഇനി അതല്ല, ബ്രിങ് ടു ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് മൊത്തം ഇതായിട്ട് വരും. ഇനി ഇത് നേരെ തിരിച്ചും ചെയ്യാം. ഇപ്പൊ ഇത് സംഭവം എന്താണ്, ലെയർ ബ്രിങ് ടു ബാക്ക്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രിങ് ടു സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് പോയി. ഇങ്ങനെ ഓരോ ലെയേഴ്സും നമുക്ക് ഇതാക്കിയിടാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ടൈമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു സൗണ്ടാണ് വരുന്നത്. ആ ഒരു പ്രസന്റേഷനിൽ ഒരു ടൈമർ ഇട്ടേ. പിന്നെ ഇതിൽ വരുന്നപ്പോ ഈ ഒരു സംഭവം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടോ. ഇത് ലോക്ക് ചെയ്തിട്ട് അപ്പൊ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ ഒരു ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യാം. ഞാൻ അതല്ല, ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടും അങ്ങനെയും ചെയ്യാം. അപ്പൊ സപ്പോസ് ഇത് ഡിസൈനിങ് കഴിഞ്ഞതാണ് ഈ ഒരു സംഭവം. അപ്പൊ ഇത് ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതൊരു ഗ്രൂപ്പായിട്ട് കൊടുക്കുക, അല്ലാണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു ഇതായിട്ട് വരും, എലമെന്റ് ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവം സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാം മൂവ് ചെയ്യുന്ന രൂപത്തിൽ. പിന്നെ ലോക്ക് ചെയ്യാം. അപ്പൊ അത് സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ലോക്ക് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ള് ലോക്കായി. പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് ഒരു പിന്നെ
ഒരു ലൈൻ ഇതായിട്ട് ഇങ്ങനെ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് വെച്ചാൽ ഇപ്പോ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്, ഞാൻ നേരത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് അതിന്റെ BG റിമൂവർ ഉപയോഗിക്കുന്നത് കണ്ടല്ലോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ. ഇത് പ്രീമിയം ഇതിലേ വരുള്ളൂ, പെയ്ഡ് ആയിട്ടുള്ളതില്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കാണാം. അല്ല, നിങ്ങൾക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ഒരു ബിസ് ക്രാഫ്റ്റ് എന്തോ പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് ആഡ് കണ്ടപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത്, അവിടെ കാണാൻ പറ്റും. ബിസ്ക്രാഫ്റ്റ് പറഞ്ഞുള്ളൊരു ഒരു കമ്പനി, ഒരു ടീമിന്റെ അടുത്തുണ്ട്. എത്രയോ 300 250 അങ്ങനെ എന്തോ പ്രൈസ് ആയി. അപ്പോ ആ ഒരു സംഭവം ഉണ്ടെങ്കിലൊക്കെയാണ് പിന്നെ ഈ ഇതിലുള്ള കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ. അല്ലാണ്ട് ജസ്റ്റ് ഒരു പോസ്റ്റർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടും. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോയത് കണ്ടോ, ജസ്റ്റ് ആ ഒരു ബാറ്ററി സ്റ്റോറേജ് യൂണിറ്റ് മാത്രം ഇതാക്കി. ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്യട്ടെ. ഈ ഒരു സംഭവത്തിന്റെ ബാക്കിയെല്ലാം റിമൂവ് ആയി പോയത് കണ്ടോ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഇതിപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതിലും ചൂടി അധികം സമയം എടുത്തിട്ടൊക്കെ ചെയ്യാം. ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ ഒരു സംഭവം, ഇപ്പോ ഈ ഒരു ഇമേജ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ ഉണ്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഉള്ള രൂപത്തിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ല, ഫ്ലിപ്പ് വെർട്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു ഇത് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ഇത് സൈസ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതെല്ലാം കാണാൻ പറ്റുക. പിന്നെ ഇപ്പോ ഇവിടെ ഈ ഒരു സംഭവം ഇതിൽ കാണാൻ കഴിയില്ല. ഞാൻ വേറൊരു ഇമേജ്, ഈ ഒരു ഇമേജ് എടുത്തിട്ട് കാണിച്ചു. ഈ ഒരു ഇമേജിന്റെ കോർണർ കണ്ടോ, ഒരു ഭയങ്കര ഷാർപ്പായിട്ട്. ഇനിയിപ്പോ അതൊന്ന് എനിക്കൊന്ന് ഒരു കർവ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇമേജ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ കോർണർ റൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കോർണർ ഇങ്ങനെ മാറി വരുന്നത് കാണാം. ഇനി അതല്ല, ഇതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 100 വരെ ഉള്ളൂ. അത് എന്ത് ചെയ്യാം, 150 300 അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ രൂപത്തിൽ. അപ്പൊ 300 ഇപ്പോൾ റൗണ്ടായി. 150 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൂടി അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ്. ഒരു കുറച്ച് ഡിസൈനിങ്, ആ ഒരു എന്താ പറയാ, സ്കില്ല് അല്ലെങ്കിൽ സ്കില്ലല്ല, ഒരു കളർ സെൻസ് അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് സെൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആ ഒരു ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്യാൻ എനിക്ക് അത്ര ഒരു ഇത് ഉണ്ടാവില്ല. കാരണം എനിക്ക് തീരെ അത്
ആ ഒരു കളർ സെൻസ് അതിൽ വരലില്ല. അത് കാരണം ഞാൻ പോസ്റ്റർ അധികം ചെയ്യാറില്ല. എല്ലാം പുറത്ത് ഇതാക്കിയിട്ട് ചെയ്യിക്കാറാണ്. പിന്നെ ഇത് എന്താണ് ഇതിനേക്കാൾ കൂടുതൽ അധികം ഇപ്പോ ഈ ഒരു ഞാൻ എപ്പോഴും പറയും ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് എന്നുള്ളതായിട്ട്. അപ്പോ ഏഹ്, ഏഹ്, ആ രൂപത്തിലാണ് അതിന്റെ ഇത് വരുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് ഉം, ഇതിന്റെ പൊസിഷൻ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പോ അലൈൻ ടു ഈ ഒരു സംഭവം, അലൈൻ ടു പേജ്, സെന്റർ, മിഡില് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു പോസ്റ്റ് ഏറ്റവും മിഡിലായിട്ട്, അതായത് ഇവിടുന്ന് എല്ലാത്തിന്റെയും മിഡിലായിട്ട്. ഓക്കെ. സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൊറിസോണ്ടൽ എന്നുള്ളതിന്റെ സെന്റർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, കണ്ടോ ആ ഒരു കറക്റ്റ് ഇതിൽ വന്നത്, ആ ഒരു സംഭവം. ഇനിയിപ്പോ റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതായിട്ട് പോകും. അപ്പോൾ എക്സ്ട്രീം നല്ല റൈറ്റിലേക്കായി പോകും. ടോപ്പ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ ലെഫ്റ്റ്, ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇതെല്ലാം ഇതായിട്ട്. അതാണ് ഞാൻ ലെയേഴ്സ് പറഞ്ഞത്. ഓരോ ലെയേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇതിലുള്ള ഓരോന്നും ഓരോ എലമെന്റുകളാണ്, ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോന്ന് കിടക്കുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം ഇവിടുന്ന് ഈ ഒരു എലമെന്റ്സ് നമ്മൾ എടുത്തിരുന്നതാണ്. അപ്പൊ ഇവിടെ ഓരോ ഷേപ്പുകൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാവും. ഗ്രാഫിക്സിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കാണാം. ഇത് ഫ്രീ ഇതിൽ കിട്ടാൻ കുറച്ച് ഇതായിരിക്കും. ഫോട്ടോസ് അല്ലെങ്കിൽ സ്ക്വയർ അല്ല, ഐക്കൺസ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഐക്കൺ, പിൻ ഐക്കൺ, പേപ്പർ ക്ലിപ്പ്, ടേപ്പ് കട്ടൗട്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. അത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അതിന്റെ സൈസ് കൂട്ടാനും കുറക്കാനും എല്ലാം പറ്റും. ഇപ്പോൾ എന്താണോ ബിസിനസ് ആ ഒരു സംഭവത്തിന്റെ ഇത് എടുക്കുക. ഇവിടെ ക്രിയേറ്റ് വരിക. ഇപ്പോ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരും. റീല് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. ഇനി അതല്ല, നമുക്ക് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ട്, ലിങ്ക്ഡിൻ റിലേറ്റഡ്. അപ്പൊ എന്താ വെച്ചാലേ ഇതിൽ ഓരോന്ന് പോകുമ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിന്റെ ഓരോന്നിന്റെ സൈസ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് വരും. ഇനി അതെല്ലാം ഇവിടെ സെർച്ച് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ സൈസ് പിന്നെ എത്ര ഇതായിട്ട് വേണമെന്ന് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇവന്റ് കവർ, അതുപോലെ ഫേസ്ബുക്ക് ആഡ്, ഫേസ്ബുക്ക് കവർ, അതായത് നമ്മുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഫേസ്ബുക്ക് കവർ കൊടുക്കുമല്ലോ, അതിന് ഒരു സൈസ് ഉണ്ട്. അതെല്ലാ ഇമേജും ഇപ്പോ ഇതാണ് ഫേസ്ബുക്ക് കവർ പറഞ്ഞത്. ഇതിലെല്ലാ ഇമേജും നമ്മൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ full ആയിട്ട് കാണാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു സൈസ് ഇവിടെ കിട്ടും. ഇവിടെ ഇതല്ല, ഇവിടെ ഈ ഒരു ഫേസ്ബുക്ക് കവർ എന്നുള്ളത് സെലക്ട് ചെയ്തായിട്ട്. അപ്പൊ അതിന് ഇതാണ് ആ സൈസ് വരിക. ഇതില് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈനിൽ പോയി ഇതിന്റെ ടെംപ്ലേറ്റുകൾ കാണും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഇവിടെ വരും. നമുക്ക് ഇവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം, ഇപ്പൊ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ. ഇതിപ്പോ ഒരു പേജിനും ഈ ഒരു സംഭവം, നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, പേജ് ക്രിയേറ്റ് ചെയ്താലും അതിനും എന്താണ് ആവശ്യമാണ് ഈ ഒരു കവർ ഫോട്ടോ എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം. അപ്പോൾ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ആ സൈസ് കറക്റ്റ് ആയിട്ട് കിട്ടും. വേറെ സൈസ് ഇതാക്കി പോകേണ്ട ആവശ്യം. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സംഭവം ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് സ്റ്റോറി, ഇപ്പൊ നമുക്കിവിടെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമല്ലോ. ഇതാണ് ഫേസ്ബുക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈസാണ് ആ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇമേജ് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ഇമേജ് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു
ഇതായിരിക്കും. അല്ലാതെ ഇപ്പൊ അതൊരു കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയും കുറഞ്ഞു ഇരിക്കും. പിന്നെ ഇതിൽ വരുന്ന ഇത് ഫോട്ടോ എഡിറ്റർ എന്നുള്ള സംഭവം, അപ്പം ഇതിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, പിന്നെ മേജിക് എറേസർ എന്നുള്ളൊരു സംഭവമാണ്. അത് ഏഹ്, ഈ ഒരു ഇത് തന്നെ വരുന്നത്. മേജിക് എറേസർ എടുത്തോക്കാം. ഇത് ഫ്രീയിൽ കാണാൻ കഴിയില്ല കേട്ടോ. ഉണ്ടോ ഇവിടെ ജസ്റ്റ് ഇത് ഇതാക്കുന്ന രൂപത്തിൽ വലിയ ഇതുള്ള സംഭവം ഒന്നല്ല. പിന്നെ എന്താണ് മാജിക് ഗ്രാബ്, ബ്ലർ ചെയ്യാനൊക്കെ അത് പിന്നെ ചെറിയൊരു ഇതായിട്ട് നോക്കാം. ഈ ഒരു ഇമേജ് എടുത്ത് നമുക്ക്, സോറി, ബ്ലർ, ബ്രഷ് സൈസ്, ഉണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സംഭവം ബ്ലറായിരിക്കും. നമ്മൾ ചില ഇമേജിലൊക്കെ നമ്മൾ ഒരു മായി ഇതാക്കുന്ന രൂപത്തിലുണ്ടല്ലോ, അത് സംഭവം. ഇതുപോലൊരു ഇമേജ് എടുത്തിട്ട് നിങ്ങളെ ലോഗോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോ ഇതില് ഇമേജസ് ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ സപ്പോസ് എന്താണ് കാർ സെർച്ച് ചെയ്ത് നോക്കുക. ഈ ഒരു സംഭവത്തിൽ എലമെന്റ്സിൽ സെർച്ച് ചെയ്യും. ഈ ഒരു ഫോട്ടോസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം കാറുകളൊക്കെ ഇതിൽ കാണാം. അപ്പൊ അതിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജുകൾ കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്സ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ ആപ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് ഫ്രീയിൽ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇമേജ് കിട്ടുന്ന കുറച്ച് സൈറ്റുകളുണ്ട്. അതായത് പെക്സൽസ്, പിന്നെ അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഉള്ളൂ, ഞാൻ ആ വീഡിയോയിൽ ഉണ്ടാവും. പെക്സൽസ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജുകൾ ഇപ്പോൾ നമ്മളൊരു ഇമേജ് സെർച്ച് ചെയ്യണം, കാർ എന്നുള്ളത്, അല്ലെങ്കിൽ കാർ ആക്സസറീസ്. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ ഇവിടെ കിട്ടും. ഇവിടെ കുറേ ഇമേജുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഇമേജ് ഒക്കെ ഉണ്ടാവും ഇതിൽ. കാർ ഇന്റീരിയർ ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസും വീഡിയോസും ഫ്രീ ആയിട്ടും ഉണ്ടാവും, പെയ്ഡ് ആയിട്ടും ഉണ്ടാവും. ഇവിടെ വരിക, ഈ ഏതാണോ ഫോട്ടോസ് അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഓറിയന്റേഷൻ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇത് വേണോ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് വേണോ, വെർട്ടിക്കൽ ആയിട്ടുള്ളത് വേണോ എന്നുള്ളത് നോക്കും. പിന്നെ സൈസ്, എത്ര സൈസ് ഉള്ളത്, ലാർജ് സൈസ് ആയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് ആയിരിക്കും. അപ്പോ നമുക്കിപ്പോ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇമേജ് നോക്കാം. ഈ രൂപത്തിലുള്ള സംഭവം. ഇത് ഡൗൺലോഡ് കൊടുക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് കൊടുക്കണം, സേവ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻവ സ്റ്റാർട്ട് എഡിറ്റിംഗ് ഫോർ ഫ്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻവയിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണ്ട, ഡൗൺലോഡ് ചെയ്ത് പിന്നെ ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം.
ചെറിയൊരു 1-2 സെക്കൻഡ് സമയം കൂടുതൽ എടുക്കും കണ്ടോ. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ ഇതായിട്ട് വന്നു. ഇത് വെച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോ കാര്യങ്ങൾ ലോഗോ അതുപോലെ കൊടുത്തിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് ചെയ്യാം. പിന്നെ അല്ലാണ്ടെങ്കിൽ ഇവിടെ ആപ്പുകൾ എടുത്തിട്ട് അതിൽ നിന്ന് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പെക്സൽസ് ഉണ്ട്, പിന്നെ കുറെ സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഇത് വരുന്നതാണ്, ഇമേജിൽ വരുന്നതാണ് ഇപ്പോൾ ഫ്രീ പിക്ക്. ഫ്രീ പിക്കിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഫ്രീ ഇമേജുകൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഒന്ന് ലോഗിൻ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു ജിമെയിൽ ഇതെല്ലാം വെച്ചിട്ട് ഇതില് എല്ലാത്തിലും പിന്നെ ഫ്രീ ആയിട്ടുള്ളതും ഉണ്ടാവും, പെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. അതായത് കുറെ ആളുകൾ എന്താ വെച്ചാൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് അവരുടെ ക്രിയേറ്റീവ്സ്, അവരെടുത്ത ഫോട്ടോസ് വിൽക്കാനിട്ടുണ്ടോ. അതാണ് ഈ ഒരു സംഭവത്തിൽ ഇത് വരുന്നത്. അപ്പൊ നമുക്കും വേണമെങ്കിൽ ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ ഓരോ ആളുകൾ ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇതെല്ലാം നടത്തിയിട്ട് കൊണ്ടുവരുന്ന ഇമേജുകളാണ്. അപ്പോ നമുക്ക് ഇവിടെ ഒരു ഇമേജ് സെർച്ച് ചെയ്യാം. അപ്പോ എന്താ പറയാ, ബിസിനസ് വുമൺ കണ്ടോ. ഇതില് ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ. ലൈസൻസ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ പെയ്ഡ് ആയിട്ടുള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ക്രൗണിന്റെ ഒരു ചിഹ്നം കണ്ടോ. ഈ സംഭവം നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുത്തിട്ട് ഇതൊക്കെ ആയിട്ട് വന്നു. ഒരു ഇമേജിനുണ്ട് 725 രൂപയാണ്, അല്ലെങ്കിൽ സോറി ഒരു മന്ത്ലി ഇത്ര ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള സംഭവത്തിലാണ്. അപ്പോ ആ ഒരു കാര്യമുണ്ട്. ഇവിടെ ഫ്രീ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ടുള്ള ഇമേജുകൾ കാണും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അത് നമുക്കിവിടെ ഇമ്പോർട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയും ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന സംഭവങ്ങൾ പിന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് പെക്സൽസ്, പിന്നെ ഫ്രീ പിക്ക്, പിന്നെ വരുന്നതാണ് സ്പ്ലാഷ് സോറി അൺസ്പ്ലാഷ് ഈ ഒരു സംഭവം. ഇതിലും ഫ്രീ ഇമേജും വീഡിയോസ് എല്ലാം കിട്ടും. ചിലതിൽ ഇപ്പോൾ ഈ ഒരു ഫ്രീ പിക്കില് അല്ലെങ്കിൽ പെക്സൽസിലാ തോന്നുന്നുണ്ട്, ഒരു ദിവസം നമുക്ക് 4 ഇമേജസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊന്നും ഫ്രീ പിക്കിലൊന്നും പിന്നെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, എത്രയും ഡൗൺലോഡ് ചെയ്യാം. അതിലെ ഫ്രീ ആയിട്ടുള്ളത് ഇതുപോലുള്ള ഫ്രീ ആയിട്ടുള്ള ഇമേജസ് എത്രയും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇമേജസ്, പിന്നെ ഇതിലും വീഡിയോസ് എല്ലാം നടക്കുന്നുണ്ട്. അതായത് വീഡിയോസ് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ, ഇപ്പോൾ 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 15 സെക്കൻഡ് ഇങ്ങനെയുള്ളതായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കിട്ടില്ല ബി റോൾ എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ആഡിൻ്റെ ഒക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, പറയുന്ന ഒരു വീഡിയോക്ക് മാച്ച് ആവുന്ന വിഷ്വൽസ് എന്ത് ചെയ്യാം, കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊരു ആഡാണ്. आप एक बिजनेस ओनर हो जो अब अपनी सेल बढ़ाना चाहते हो, पर आपने कभी सोचा है कि व्हाई शुड योर कस्टमर बाय फ्रॉम यू? ये सवाल मैंने कम से कम 100 अलग अलग बिजनेस ओनर से पूछा है, और मुझे जवाब जो मिलता है वो ये मैं पूछता हूँ, जब आप किस बेसिस पे डिसाइड करेंगे प्राइस? आप लोग കണ്ടോ, അപ്പൊ അതിലൊരു ഇമേജ് ആണ് ഇട്ടുള്ളത് അവര്. അതായത് सब लोग फिर कंपनी गए അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, नॉट इवन
ഇങ്ങനെ ഇമേജ് ഇട്ടിട്ട് ചെയ്യും. അല്ലാണ്ടിൽ അതിനോട് പിന്നെ മാച്ച് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസ് ഇട്ട് കൊടുക്കും. ഇപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടു. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് Welcome to the world of installation artistry. Morning. First, already Can I now help? ഇതല്ല. ഇതെല്ലാം സിമ്പിൾ ഒരു പോസ്റ്ററാണ്. ക്യാൻവ വെച്ചിട്ടെല്ലാം ചെയ്ത് തന്നെയാണ് ഇത്. പിന്നെ ഇപ്പോ നിങ്ങൾ പോസ്റ്റർ ചെയ്യുമ്പോൾ മിക്ക ആളുകളും കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ ആഡിനെല്ലാം പോസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം കൊടുക്കുന്നൊരു ഇത് ശരിക്കും അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ സിമ്പിൾ ആയിട്ട് കൊടുത്താൽ മതി. അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു സംഭവങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന രൂപത്തിൽ. ശരിക്കും ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഇപ്പൊ ഒരു ആഡിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ മിക്ക ആളുകളും എന്താണ് അവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് അതിനേക്കാൾ ശരിയായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. പിന്നെ നമ്മള് ഇപ്പോ ഇതാണ് ഫേസ്ബുക്കിന്റെ ഈ ഒരു സംഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഫേസ്ബുക്കിന്റെ ഒരു കളർ ഇതുകൂടി നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോ ഇത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ നമ്മൾ വൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അല്ല, ശരിക്കും അതൊരു ശരിയായിട്ടൊരു രീതിയല്ല. അപ്പൊ ഇതുപോലെ നമ്മൾ ചെയ്യാം. കണ്ടോ, ഇതിപ്പോ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ഇവിടത്തിലുള്ള കണ്ടന്റ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. മറ്റേ ഇതും നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇപ്പൊ ഈ ഏരിയയിലുള്ള വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് അത് മിക്സ് ആയി പോകും. അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് ഇവിടെ ഉണ്ടോ, ഇതൊരു പോസ്റ്ററാണ്. ഇതുപോലുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ കൊടുക്കുക. എന്നിട്ട് അതിൽ വൈറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫോണ്ടിൽ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് അത് ആ ഒരു ഇമേജിലൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. and hand which have different view. ഇതും കണ്ടോ, ഇതെല്ലാം ഒരു ഡാർക്ക് കൊടുത്ത് ഇതായിട്ടാണ് ചെയ്തത്. Wellness enthusiast, are you fed up of your 9 to 5 grind and are looking for a career കണ്ടോ, ഇവിടെ ഈ ഒരു വീഡിയോ വന്നപ്പോ ഫെഡ് അപ്പ് വിത്ത് 9 to 5 ജോബ് where you can actually ഒരാള് അവിടെ എന്താണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന a ഒരു difference? വിഷ്വൽ, Become ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു വിഷ്വൽ a globally certified enthusiast, are you fed up of your 9 to 5 grind and are looking for അതാണ് ബി റോൾ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫ്രീ പിക്കുന്നു ഇതെന്നെല്ലാം കിട്ടും. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ ഒരു ബിസിനസ് വുമൺ ഫെഡ് അപ്പ് അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വീഡിയോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ കാണാൻ പറ്റും. അതിന്റെ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു റിയാക്ഷൻ ഇതെല്ലാം ഇത് പ്ലേ ആവുന്നതുണ്ടോ, കുറച്ച് ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വളരെ ഇതായിട്ട് സംസാരിക്കുന്ന രൂപത്തിലൊക്കെ ആയിരിക്കും. കണ്ടോ, നിരാശരായിട്ടുള്ളൊരു ഇതായിട്ട്. അപ്പോൾ നമ്മൾ എന്താണോ വീഡിയോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളൊരു വിഷ്വൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് എന്നുള്ളൊരു രൂപത്തിലാണ് അതിന്റെ ഇതായിട്ട്. ഇപ്പൊ ഒരു ട്രസ്റ്റഡ് ബിസിനസ് മാൻ, ഉണ്ടോ. അപ്പോൾ ആ രൂപത്തിൽ ബി റോള് കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ
എന്താണ് ഈ ഒരു ഇമേജിന്റെ ഇതിൽ നിന്നാണ് നമ്മൾ പോയത്. ഫ്രീ ഇമേജ് കിട്ടുക എന്നുള്ള സംഭവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ്. ഒരാളെ ഫോട്ടോ കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഇതായി കൊടുക്കും. എന്താണോ അതിന്റെ ഇതിലേക്ക് മാച്ച് ആവുന്നത് ആ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കും. ഇതിപ്പോ നമുക്ക് സൈസ് കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചിട്ടൊക്കെ ചെയ്യും. അല്ല ഈ ഇതിന്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഇവിടെ വരിക, ഫോണ്ട് ഏതാണോ ഇതായിട്ടുള്ളത് ആ ഒരു സംഭവം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കോർപ്പറേറ്റ്, അതായത് ഇതൊക്കെ ഇപ്പൊ നമ്മളൊരു ബിസിനസ് രൂപത്തിൽ ചെയ്യുന്നൊരു ഫോണ്ടുകളാണ്. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് എന്നുള്ള ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടുകൾ കാണിക്കും. അതല്ല ഹാൻഡ് റൈറ്റിംഗ് രൂപത്തിലുള്ള ഫോണ്ടുകളാണ് അതിവിടെ കാണിക്കും. അപ്പോൾ എന്താണോ നമ്മുടെ ഒരു ഇതുമായിട്ട് മാച്ച് ആവുന്നത് ആ ഒരു ഫോണ്ട് സ്റ്റൈല് കൊടുക്കുക. കുറേ സ്റ്റൈലുകൾ ഇതിലുണ്ട്. പിന്നെ ആ ഒരു സംഭവം ഇപ്പോൾ ഇതിലെല്ലാം ഓരോ എലമെന്റുകൾ ഇങ്ങനെ ഇതായിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു ഡാർക്ക് ഒരു ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇത് ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ലെയർ എന്താണ് ബ്രിങ് ടു ഷോ ലെയർ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ എങ്ങനെയൊക്കെയാണ് ലെയറുകൾ കിടക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ഇതിന്റെ മുകളിലാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത്. ഇത് ഇനിയിപ്പോ ബ്രിങ് ടു സോറി ബ്രിങ് ടു അത് ഓൾറെഡി ഫോർവേഡ് തന്നെയാണ്. ഫോർവേഡ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതിന്റെ മുകളിലേക്ക് അത് വരും, ഈ ഒരു ഫോണ്ടിന്റെ മുകളിലേക്ക്. ശരി, ഫോണ്ട് ഈ ഒരു ടെക്സ്റ്റ് ഇപ്പൊ അതിന്റെ മുകളിലായിരിക്കും. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ലോഗോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ലോഗോ വരിക. ഏത് സാധാരണ ഈ ഒരു മുകൾ ഭാഗത്ത് ഒക്കെയാണ് ഒരു പൊതുവെ വെക്കാറ്. ചിലവർ താഴെയും വെക്കും. ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട്, ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സംഭവം തന്നെ ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഇതുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ചെയ്ത പ്രൊജക്റ്റുകളോട് കാണാൻ പറ്റും. ഓരോ പോസ്റ്റർ, ഇതിനെല്ലാം ഓരോ പ്രൊജക്റ്റ് എന്നാ പറയും. ചില സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിന്റെ തന്നെ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ ചെയ്യാനുള്ളതാണ് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്നുള്ളത്. സെയിം ഇതെല്ലാം ഏകദേശം ഒരേപോലെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിരിക്കും മാറ്റേണ്ടിണ്ടാവും. അപ്പൊ ആ ഒരു ബാക്കിയുള്ള കണ്ടന്റ് എല്ലാം ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ബാക്കി ഇതായിക്കോട്ടെ. അങ്ങനെ എത്ര പേജ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ വെച്ചാൽ ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആഡ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു കറോസൽ ആഡ് എന്നൊക്കെ പറയും. അത് ഒന്നിലധികം, ഇതിപ്പോ ഒരു ഇമേജ് ആണ്. ഇതിന്റെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഇമേജുകൾ ഒറ്റ ആഡിൽ കൊടുക്കാൻ പറ്റും. ഇതൊരു ഫേസ്ബുക്ക് ആഡാണ്. ഇതിപ്പോ സിംഗിൾ ഇമേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ ഇമേജുകൾ കൊടുക്കുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. കുറച്ച് കാര്യങ്ങൾ മാറ്റുള്ളൂ എന്നുണ്ടെങ്കിലാണ് അത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലാണ് ഇത് കൂടുതൽ
ഇതായിട്ട് നമുക്കൊരു ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ ഇത് എന്തൊക്കെ ടൂളുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് ഇതാക്കാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ തന്നെ ഒരു സംഭവം കൊടുക്കണം. ഇപ്പൊ ഒരു ബോർഡർ പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എലമെന്റ്സിൽ വരിക. എലമെന്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഒരു ഗ്രാഫിക്സിൽ ഫോട്ടോസ് ഇവിടെ കാർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സംഭവം. ഷേപ്പ് ഉണ്ടാവും. ഉണ്ടോ ഇതുപോലുള്ള എലമെന്റുകൾ. ഇപ്പൊ സപ്പോസ് നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഈ ഒരു സംഭവങ്ങൾ ഇതിപ്പോ ഒരു എന്താണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ കാണുന്ന ഒരു സംഭവം എന്താണ് ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ എന്താണ് നമുക്ക് ഇവിടുന്ന് ഒരു എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറെ എണ്ണുണ്ട്. ഞാൻ കുറച്ചുകൂടി കാണിച്ചു തരാം. ഒരു ഗ്രാഫിക്സിൽ കുറേ പല രൂപത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഒരു ഹണി ബി കോംബ്, അതല്ല എന്താണ് ഇതുപോലുള്ള ഒരു കോർണറിൽ ഒരു സംഭവം കൊടുത്തിട്ടാണ് നമ്മളാ ഒരു പോസ്റ്ററിനെ അങ്ങനെയൊക്കെ കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാക്കിയിട്ട് അത് കുറച്ചൊരു ഒരു ഡിസൈനിങ് ഒരു പിന്നെ ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഇതുകൂടി വേണം, സ്കില്ലും കൂടി ഇതായി കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് കുറച്ച് ഒരു ചെറിയൊരു വ്യത്യാസം വന്നതുണ്ടോ. അങ്ങനെ പല രൂപത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു എലമെന്റ്സിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. അതല്ല ഇപ്പൊ ഒരു ഫ്രെയിം ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് ഈ ഒരു സംഭവം ആഡ് ചെയ്തു ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം കൊടുത്തു. ഇപ്പൊ ഇവിടെ ഒരു ഇതെന്താണ് ഇതൊരു അപ്പാർട്ട്മെന്റിന്റെ ഒരു പരസ്യമാണ്. അപ്പോ എന്താണ് ആ ഒരു അപ്പാർട്ട്മെന്റ് ഒരു പിന്നെ ഒരു ഇമേജ് ഇതാവുന്ന രൂപത്തിൽ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഫോട്ടോസ് അപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് നോക്കട്ടോ. അപ്പാർട്ട്മെന്റ് ഇവിടെ വരും ഉണ്ടോ. വേറെ എന്തൊക്കെ ലക്ഷറി അപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഞാനിതാ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തത്. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്നതിന് പറയും ഞാൻ എന്താണ് ഈ സംഭവത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ അതാ ഒരു പിന്നെ എന്താ പറയാ ആ ഒരു റൗണ്ട് ഷേപ്പിന്റെ ഒരു ഇതായിട്ട് വന്നു. ആ ഒരു ഷേപ്പിൽ ഫിക്സ് ആയിട്ടാണ് വന്നത്. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ. ഇപ്പൊ ഇത് നമ്മൾ ഫുള്ളായിട്ട് മൂവ് ചെയ്യാനേ കഴിയുള്ളൂ. ഇനി ഇതിന്ന് ആ ഒരു ഇമേജ് കളയണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇമേജ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഡിലീറ്റ് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി. ഞാൻ ഡിലീറ്റ് അമർത്തി അപ്പൊ ആ ഒരു ഇമേജ് അതിന് പോയി. അപ്പൊ ആ ഒരു എലമെന്റ് ഇത് മാത്രമേ ഉള്ളൂ, ഷേപ്പ് മാത്രമായിട്ടുള്ളൂ. ഫ്രെയിം ഷേപ്പ് അല്ല ഫ്രെയിം. ഇങ്ങനെ ഇതിപ്പോ റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പ്. ഇനി അതെല്ലാം ഇവിടെ ഫ്രെയിമുകൾ കുറെ പല രൂപത്തിലുള്ളതും സ്ക്വയറും പിന്നെ എന്താണ് ഹെക്സഗണും ഒക്ടഗണും അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങളും. ഏതാണോ നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഏതാണോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അതൊക്കെ. ഞാനിപ്പോ ഒരു സ്ക്വയർ ഇതാക്കി. ഇനി നേരത്തെ പോലെ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു സംഭവം കൊടുക്കുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ആ സംഭവം ഇതായിട്ട് വന്നു. ഇങ്ങനെ ഇപ്പൊ ഇതൊരു ചെറിയൊരു ഹൈലൈറ്റ് എന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ പല രൂപത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് കൊടുത്തിട്ട് ഇതാക്കാൻ പറ്റും.
ഒരു റൂമിന്റെ മാത്രം അല്ലെങ്കിൽ ഒരു ബാൽക്കണിയുടെ മാത്രം ഇങ്ങനൊക്കെ ആയിട്ട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇമേജ് നമ്മളെടുത്ത് ഉണ്ടാവും. ഇത് കണ്ടപ്പോ ഒരു ഇറഗുലർ ഷേപ്പ് ആയിട്ട് ഇവിടെ ഇപ്പൊ ഒരു എന്താ പറയാ ബാൽക്കണി ബാൽക്കണി വ്യൂ അല്ലെങ്കിൽ ബാൽക്കണി ഗാർഡൻ. ഓക്കെ, ഇത് കൊടുത്തു നോക്കാം. കേട്ടോ, ആ ഒരു ഷേപ്പിലേക്ക് അത് ഇതായിപ്പോയി. അപ്പോൾ എവിടെയാണോ അത് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് അവിടെ യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഒരു വെറൈറ്റി ഇതായിട്ട് കിട്ടും എന്നുള്ള. പിന്നെ ഇത് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രെയിം, ഷേപ്പ്, ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇമേജിന് ഏതൊരു ഇമേജിനെ ഇപ്പോൾ കൊടുക്കുക, ഈ ഒരു ഇമേജിന് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ ബോറായിരിക്കും. കൊടുക്കാൻ പറ്റിയൊരു ഇമേജ് ശരിക്കും കാണുന്നില്ല. അങ്ങനെ അതിൽ ചെയ്യാം. പിന്നെ പിന്നെ വീഡിയോസ് കാര്യങ്ങൾ അതുമായി റിലേറ്റഡ്. അപ്പോൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അതുപോലെ ഓഡിയോ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന രൂപത്തിലാണ്. പക്ഷേ ഇമേജ് ഇപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കൊടുക്കാനില്ല. വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ട് വരുള്ളൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ലൈൻ, ഒരു ആരോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് വരുന്നത് ഇതില് ടെക്സ്റ്റ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റുകളൊക്കെ. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വേണ്ട, ഇത് കുറച്ചുകൂടിയും ഗ്രാഫിക്കലായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രൂപത്തിലുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോറി, ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് വേണ്ടാത്ത ഡിലീറ്റ് ചെയ്യാം. 2 ലൈനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലായിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. ഒരു ലൈന് ഡിലീറ്റ് ചെയ്തു. ഉണ്ടാവും വേറൊരു സ്റ്റൈൽ ഓഫ് ഇതിലായിട്ട്. അതായത് ഇവിടെ ഈ രൂപത്തിലുള്ള ഫോണ്ടുകൾ ഇവിടെ ഇതുണ്ടാവില്ല. ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് സംഭവങ്ങൾ നമുക്ക് ഫോണ്ട് കോമ്പിനേഷൻ. ഇത് പിന്നെ ഇതിന്റെ കളറോ സംഭവങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റിയിട്ട് ഇതാക്കിയിട്ട് കൊടുക്കുക. ഇതിപ്പോ ഒരു കളർ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആവുന്ന ഒരു കളറായി. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന്റെ ഇത് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന കാര്യം മോക്കപ്പില് ഐക്കൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു സോഷ്യൽ മീഡിയ കാര്യം നമുക്ക് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ ഒരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സപ്പോസ് എന്താണ് സാംസങ് അല്ല, ഇത് ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മറ്റുള്ള ലോഗോസ് ഒക്കെ ഇവിടെ കിട്ടും. എലമെന്റ്സിൽ പോവുക, ഫേസ്ബുക്ക് ലോഗോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐക്കൺ കാര്യങ്ങളായിട്ട് കിട്ടും. അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഐക്കണാണ്.
സംഭവം. ഇതില് ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോറി ഗ്രൂപ്പ് ചെയ്യാം. അതായത് ഒരേ സൈസ് ആദ്യം റെഡിയാക്കുക. എന്നിട്ടത് കറക്റ്റ് ഇതിൽ തന്നെ ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതിന്റെ സൈസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഇതിനോട് മാച്ച് ആയിട്ട്. ഏതാണ് അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു കളർ വൈലറ്റ് അല്ലെങ്കിൽ മജന്ത കളർ ഇങ്ങനെ ഇതായിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ഇതായിട്ട്. എന്നിട്ട് അത് ഗ്രൂപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം വേണം നമ്മുടെ പിന്നെ മറ്റുള്ള ഐക്കൺസ് കൂടി വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുക. അപ്പോൾ വാട്സപ്പിന്റെ ഇപ്പൊ നമ്പറാണ്, വേറെ ഏതെങ്കിലും ഇപ്പോൾ ലിങ്ക്ഡിനോ ലിങ്ക്ഡിൻ്റെ പഴയ ലിങ്ക്ഡിൻ ഇതല്ല ശരിക്കും വരുന്നത്. ആ ഓക്കെ, ഈ ഒരു കളറാണ് ലിങ്ക്ഡിൻ്റെ. നമ്മൾ ഡ്രാഗ് ചെയ്യാം, അതിൻ്റെ ഇവിടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ ഒരു സെയിം ഇതായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സോറി ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് മൂന്നും ഒരേ ഒരു ഇതാവും, അല്ലെങ്കിൽ വ്യത്യസ്ത ഇതായിട്ടായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ എവിടെയാ അത് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്താണ് റിയലി ഗ്രേറ്റ് സൈറ്റ് എന്നാണ് ഇവരുടെ പേര്. അപ്പൊ ആ ഒരു സംഭവം കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇത് നല്ല രൂപത്തിൽ .com ഒന്നും വേണ്ട, ഇത് വെബ്സൈറ്റിനെ അത് വേണമെങ്കിൽ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റക്കൊരു ഇതായിട്ട് വരും. ഇത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ആകട്ടെ. ഓക്കെ, നോക്കി കുറച്ചും കൂടെ താഴേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ പല രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്ററിനെ ഉണ്ടാക്കിയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള പിന്നെ പോസ്റ്ററുകൾ വെച്ചിട്ട് ചെയ്യാം.
ഇപ്പൊ നമുക്കൊരു ബൊട്ടിക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ബൊട്ടിക് ടെംപ്ലേറ്റുകൾ അപ്പോൾ ഉണ്ടോ, ആ ബൊട്ടിക്കിന്റെ ടെംപ്ലേറ്റുകളായി. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്റീരിയർ കൺസ്ട്രക്ഷൻ എന്നല്ല പറഞ്ഞു, ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററുകൾ കിട്ടി. പിന്നെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്താൽ മതി. നമ്മുടേതായിട്ടുള്ള ഇമേജുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇതായി കിട്ടും. ഇപ്പൊ ഒരു ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത്, നിങ്ങളൊരു കമ്പനിയിൽ ഒരു സ്റ്റാഫിന് ഒരു ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു അവാർഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടി. അവിടെ വരിക, ഇത് കസ്റ്റമൈസ് ചെയ്യാം. എന്താണ് ഇപ്പൊ അവരുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ പേര്, ലോഗോ മാറ്റി കൊടുക്കുക. ഇത് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എലമെന്റിലുള്ള സംഭവമാണ്, ഷേപ്പ് ഫ്രെയിമാണ്. ഇവിടെ വരിക, ഇപ്പോൾ ഇമേജ് ഏതാണോ ഫോട്ടോ അത് മാറ്റി കൊടുക്കും. ഒരു ഇതിൽ കൊണ്ടുവരിക. അപ്പോൾ ഉണ്ടോ ഈ ഒരു ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമേജ് മാറുന്നുണ്ടോ ഇതിന് കുറച്ച് ഇങ്ങോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഇതായിട്ട്, പിന്നെ ഇതിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വരുന്ന രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ പേര് ഇപ്പം എന്താണോ അത് കൊടുക്കുക. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ അച്ചീവ്മെന്റ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ മിക്ക കമ്പനികളും ഇപ്പോൾ ചെയ്യുന്നതാണ്. അവരുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു ബർത്ത്ഡേ പോസ്റ്റർ, കമ്പനിയുടെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റർ. എന്നിട്ട് പിന്നെ എംപ്ലോയീസിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ അവർക്കൊരു ചെറിയൊരു കേക്കും കൊടുക്കുന്ന രൂപത്തിൽ, കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ, ഇങ്ങനെ പല രൂപത്തിലും പല ഇതിലൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഒരു ബേസിക് ടു ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ ചെയ്യാൻ പക്ക നല്ല അടിപൊളിക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു ഡിസൈനർ ഇതൊക്കെ വെച്ചിട്ട് ഈ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്ററോ ഉള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ഇപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് അത്ര ഒരു ഇത് വേണ്ട എന്നുണ്ടെങ്കിലാണ് ഈ ക്യാൻവ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ക്യാൻവ മിക്ക ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെ, സിമ്പിളായിട്ട് ഉപയോഗിക്കും ഇതൊക്കെ. ചിലപ്പോൾ നമുക്ക് മൊബൈലിലും ഈ ഒരു രൂപത്തിൽ തന്നെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. മൊബൈലിൽ കാണിക്കണോ? എന്താണ് ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇത് ഓക്കെയാണ്. അൺമ്യൂട്ട് മൊബൈലിൽ കാണിക്കണോ? വേണ്ട, മൊബൈൽ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ജുബൈബ അതുപോലെ മുഹമ്മദ് ക. ഓക്കെ ഓക്കെ. ഇപ്പൊ ചെയ്ത് നോക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്യാം. ജുബൈബ. നമുക്ക് ഇതിലേക്ക് QR കോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ലൊക്കേഷൻ നമ്മളിപ്പോ ലൊക്കേഷൻ സേവ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ലൊക്കേഷൻ? നമ്മളിപ്പോ പിന്നെ ലൊക്കേഷന്റെ ഇതുണ്ടല്ലോ, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ? QR കോഡോ? നമ്മളാ ഒരു ഇപ്പോ സപ്പോസ് നമ്മുടെ ഒരു ലൊക്കേഷൻ ഇപ്പൊ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ആണോ? അതെ അതെ. നമ്മളിപ്പോ ഓഫീസിന്റെ ലൊക്കേഷൻ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട്
അതായത് നമ്മളൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ആഡ് ആ ചെയ്ത് ആ കൊടുക്കും. ആ ഇപ്പൊ ഞാനിപ്പോ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ലൊക്കേഷൻ ഇത് എംബഡ് മാപ്പ്. ഇതിലൂടെ നമുക്ക് ഇവിടെ ഈ ക്യാൻവ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്പില് ഒരു സംഭവമുണ്ട്. ആപ്പില് സെർച്ച് ആപ്പ്. ഇത് ഫ്രീ ആയിട്ടുള്ളതിൽ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരു ഞാൻ പറയില്ല, ഈ ഒരു 200 250 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതായിട്ടുള്ളത് കിട്ടുന്നു. അതില് ആയിരിക്കും കിട്ടുക. QR കോഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. QR കോഡ് ജനറേറ്റ്. അപ്പോൾ ആ ഒരു QR കോഡ് ജനറേറ്റ് എടുത്തിട്ട് പ്രിന്റിങ് ആൻഡ് ഷെയറിങ്, ഈ ഫസ്റ്റ് വരുന്ന ഒരു സംഭവം യൂസ് ഇൻ ന്യൂ ഡിസൈൻ യൂസ് ഇൻ എക്സിസ്റ്റിംഗ്. അപ്പൊ നമുക്ക് എക്സിസ്റ്റിംഗ് ഇത് കൊടുത്തു നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പോസ്റ്റർ അവിടെ പോയി ഇതില് ആ ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യുകയൊക്കെ വേണം. പക്ഷെ ഇത് API ത്രൂ കണക്ട് ചെയ്യാം. ഇത് വേണ്ട. വേറെ ഞാൻ അങ്ങോട്ട് വിളിക്കങ്ങളാ, ക്ലാസ്സിലുള്ളത്. വേറെ ഈ ഒരു ആപ്പ് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ലൊക്കേഷന്റെ ആ ഒരു ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് ഇവിടെ നമുക്ക് ഈ ഒരു മാപ്പിന്റെ ഈ ഒരു നമ്മുടെ ലൊക്കേഷന്റെ ലിങ്ക് കിട്ടുമല്ലോ ഷെയറിൽ പോയി കഴിഞ്ഞാൽ. അത് കോപ്പി ചെയ്തു. പിന്നെ എന്താണ് അത് ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ജനറേറ്റ് കോഡ് കൊടുത്തു. അപ്പോൾ ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ട് വന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വേറെ സൈറ്റ്, ഇപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് QR കോഡ് ജനറേറ്റർ എന്നുള്ള ഇത് കൊടുത്തിട്ട് എന്താണ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് എല്ലാം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വെബ്സൈറ്റ്, ഞാനിപ്പോൾ സെയിം തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ QR കോഡ് ജനറേറ്റ് ആയിട്ട് വന്നു. ഇത് എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവയിൽ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു ഇതില്ല. ഇവിടെ ഒരു QR കോഡ് ജനറേറ്റ് എന്നുള്ള ആപ്പിൽ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഇതിപ്പോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേ. സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സ്കാൻ ചെയ്തു ഒരു ലൊക്കേഷനിലേക്ക് പോകും. അതാ ഞാനിപ്പോ നേരത്തെ ചെയ്ത ഈ ഒരു കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നുള്ള ഒരു ലൊക്കേഷനിലേക്ക് ഇതിലേക്ക് തന്നെ കറക്റ്റ് ഇതായിട്ട് വരും. പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് വാട്സപ്പിലേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു വാട്സപ്പിന്റെ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാറുണ്ടല്ലോ, WA.me/+91 പിന്നെ നമ്മളെ നമ്പറും കൊടുത്തിട്ട് ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു QR കോഡ് ജനറേറ്റ് ആയി. ഇപ്പൊ ഈ ഒരു സംഭവം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് പോകും. സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ വേറൊരു വാട്സപ്പ് നമ്പർ കൊടുത്തു അതിലേക്ക് ഇതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ QR കോഡ് ഇപ്പൊ നമ്മളെ പോസ്റ്ററിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നേരത്തെ ചെയ്ത നമ്മൾ പോസ്റ്റർ, അപ്പൊ ആ ഒരു QR കോഡ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തു. ജസ്റ്റ് ഇതുമ്മ വെക്കുക, കോപ്പി അല്ലെങ്കിൽ കോപ്പി കൊടുക്കുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക.
അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ കിട്ടി. നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ആളുകൾക്ക് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ചില ചില പരസ്യങ്ങൾ കാണാറുണ്ട് ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ്, പിന്നെ അവർക്ക് വിസിറ്റ് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ റിയൽ എസ്റ്റേറ്റിന്റെ ചില പരസ്യങ്ങൾ കാണാറുണ്ട് ഇതേപോലെ QR കോഡ് കൊടുത്തിട്ട്. അപ്പൊ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു അപ്പാർട്ട്മെന്റ് എവിടെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് പറയുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് നോക്കുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണോ എന്നിട്ടായിട്ട്. റീസെന്റ് ഇപ്പൊ ഞാൻ കോയമ്പത്തൂരിലുള്ളൊരു ഇതുപോലെ ഒരു ബിൽഡറെ ഒരു പരസ്യം കണ്ടപ്പോൾ അതിൽ QR കോഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ബേസിക് ഒരു സംഭവമാണെങ്കിലും എന്നാലും അത്യാവശ്യം അഡ്വാൻസ്ഡ് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇമേജ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലൂടെ ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ ഇതില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ChatGPT-യും ക്യാൻവയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്തൊരു സംഭവമാണ്. അതായത് ChatGPT എടുക്കുക, ഇവിടെ GPTs എന്നുള്ളൊരു ഇത് കാണാം, ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ആപ്പുകൾ അല്ലെങ്കിൽ GPT-കൾ കാണാം. ആപ്പുകളല്ല, GPT-കൾ. അപ്പോൾ ഇവിടെ ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻവയുടെ ഇത് കിട്ടും. അപ്പൊ ക്യാൻവയും ഈ ഒരു ChatGPT തമ്മിൽ കണക്ട് ആവും. ഇതിപ്പോ ഈ ഒരു ഫസ്റ്റത്തെ ഇതാണ് വരിക. എന്നിട്ട് ഇവിടെ കണ്ട ഈ ഒരു ക്യാൻവ എന്നുള്ളൊരു GPT കിടക്കുന്നത്, ഇതെല്ലാം GPT-കളാണ്. സാധാരണ ഇപ്പൊ നമ്മള് ChatGPT എടുത്തിട്ട് ഈ ഒരു ന്യൂ ചാറ്റ് എടുത്തിട്ട് ഇതൊക്കെയാണ് ചെയ്യാം. അപ്പോൾ ഈ ഒരു GPT ഉണ്ടെങ്കിൽ ഈ ഒരു GPT സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് വരിക, എനിക്ക് ഈ ഒരു രൂപത്തിലുള്ള പോസ്റ്റർ വേണമെന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്തൊരു സംഭവം ഇവിടെ കാണിച്ചു തരാം. ഐ നീഡ് എ പോസ്റ്റർ ഫോർ അവർ ഷൂ സ്റ്റോർ സീസണൽ സെയിൽ, 50% ഡിസ്കൗണ്ട് ഉള്ളൊരു പോസ്റ്റർ ഉണ്ടാക്കണം എന്ന് പ്രോംപ്റ്റിലൂടെ കൊടുത്താണ്. വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും കൊടുത്തിട്ടില്ല. അത് 2 ഓപ്ഷൻ എനിക്ക് തന്നു. ഒന്ന് ഈ രൂപത്തിലുള്ളൊരു പോസ്റ്റർ. ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാൻവയിൽ വരും. ഇവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ ഇതിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇതും അതുപോലെ തന്നെ വേണ്ടോ, കുറെ ഷൂവിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഇനിയിപ്പോ നമുക്ക് ഇവിടെ നമ്മുടെ നമ്പറോ കാര്യങ്ങളോ അതെല്ലാം അങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കും. അതല്ല എന്ത് ഇതാണെങ്കിലും ഇപ്പൊ ഐ നീഡ് എ പോസ്റ്റർ ഫോർ, ഇത് ചെറിയൊരു പ്രോംപ്റ്റ് ആണ് കൊടുത്തത് മാത്രം. ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് നമുക്ക് കൊടുത്തിട്ടും ചെയ്യാം. അവർ കാർ അല്ലെങ്കിൽ ബൊട്ടിക് സ്റ്റോർ സീസണൽ സെയിൽ. ബൊട്ടിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലേഡീസ് ബൊട്ടിക് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ചിലപ്പോൾ മിക്സഡ് ആയിട്ടുള്ളതല്ല വരും. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കുക, എന്നിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇത് ചോദിക്കും, ക്യാൻവ വാണ്ട്സ് ടു ടോക്ക് ടു ChatGPT പ്ലഗിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൺഫേം കൊടുക്കുക. ഇതിപ്പോ ഒരു കോമൺ പ്രോംപ്റ്റ് എന്നുള്ള രൂപത്തിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അതിൽ ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇതുപോലുള്ള ഇമേജുകൾ വേണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ടും ചെയ്യാനുണ്ട്. ഉണ്ടോ, ഒരു ഓപ്ഷൻ വന്നു, രണ്ടാമത്തെ ഓപ്ഷൻ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ക്യാൻവയിലേക്ക് പോകും. ഇനി ഇതൊരു ഇനി അതല്ല, ഇവിടെ ക്യാൻവ തന്നെ AI ജനറേഷൻ, ഇവിടുന്ന് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. സോറി, ഇതല്ല, ക്രിയേറ്റ്
generation, sound effect. സെക്കൻഡ് ഇവിടെ ഇത് ക്യാൻവ എ ഇതുപോലെ തന്നെ ഇപ്പൊ സെയിം ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ എടുത്തിട്ട് കൊടുക്കുക എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഡിസ്ക്രൈബ് യുവർ ഐഡിയ ഐ വിൽ ബ്രിങ് ടു ലൈഫ്. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സബ്മിറ്റ് കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ നേരത്തെ അത്ര ഒരു ഇതിലും വേറൊരു രൂപത്തിലായിട്ട് ലേഡീസിന്റെ ഒരു ഡ്രസ്സിന്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വരുന്ന പ്രോംപ്റ്റ് ഈ രൂപത്തിലാണ് എന്നുള്ളൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കുഴപ്പമില്ല. സീസണൽ ഓഫ് 50% ഓഫ്, സീസണൽ 0%. ഉണ്ടോ ചെറിയ ചിലതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം. ഇത് എന്തൊക്കെയോ ഒരു സ്റ്റോറിന്റെ പേര് കൊടുത്തിട്ടാണ്. ഇത് ബൂസ്റ്റ് റെസൊല്യൂഷൻ മാറ്റാനുള്ളൂ. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. എഡിറ്റ് ചെയ്യാം. ഇവിടെ ഓരോ ഒരു ഇമേജ് മൊത്തമായിട്ടാണ് വരുന്നത്. മറ്റേ നമുക്ക് ചാറ്റ് ജിപിടിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ എലമെന്റ് ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടാവും. മറ്റേത് ഒറ്റ സിംഗിൾ ഇമേജ് ആയിട്ടാണ്. ഇതൊക്കെ ഓരോ നമ്മൾ ക്യാൻവയിൽ എങ്ങനെയാണോ ഡിസൈൻ അതേപോലെ തന്നെ ഇതിൽ വന്നത് ഓരോ ഇതായിട്ട്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം. ഫസ്റ്റ് ഈ ഒരു ഹോം എവിടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡിസൈൻ ഉണ്ടാവും, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, പിന്നെ ടെംപ്ലേറ്റ് ഉണ്ടാവും. ടെംപ്ലേറ്റ് എടുക്കുക. ടെംപ്ലേറ്റിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ ടെംപ്ലേറ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ എന്താ പറയാ എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ്, അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അഡ്മിഷൻ ഓപ്പൺ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് അങ്ങനെതായിട്ട്. ഇപ്പോൾ ഹോം വർക്ക് ഫ്രം ഹോം മെയ്ഡ് ഫുഡ്, ഹോം മെയ്ഡ് ഇറ്റാലിയൻ പിസ്സ, ഹോം മെയ്ഡ് ബിരിയാണി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറെ നമ്മുടെ പിന്നെ എഫേർട്ട് കുറക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇന്നിപ്പോൾ ഒരു ബിരിയാണി ഇതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റർ, പിന്നെ അതിന്റെ കളറും കൂടി നോക്കുക. ഇപ്പോൾ ഇത് കണ്ടാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അധിക പോസ്റ്ററും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു റെഡ് കളർ, ഒരു യെല്ലോ ഒരു ടച്ചോട് കൂടിയിട്ട്, അതാണ് കുറച്ചുകൂടി ഒരു ആളുകളെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു സംഭവം എന്നുള്ളതാണ്. ഈ ഒരു ഡിസൈനുകളൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ, ഫുഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഒരു രൂപത്തിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു പിൻട്രസ്റ്റ് എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്. പിൻട്രസ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓരോ പോസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റെഫറൻസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള
അങ്ങനെ കുറെ മുന്നേ ചെയ്ത ആളുകൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇരുന്ന് കോപ്പി ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടാവില്ല, കാരണം അത് ഓൾറെഡി ഒരു ഇമേജ് ആയിട്ടായിരിക്കും കിട്ടും. നമുക്കതിൽ എഡിറ്റ് ചെയ്യേണ്ട ഒരു വളരെ പ്രയാസമായിരിക്കും. പക്ഷെ നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള ഒരു പോസ്റ്റർ ചെയ്യാന്നൊക്കെ ആയിട്ട്. കാരണം ഇതിൽ ജസ്റ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഹോം മെയ്ഡ് കേക്ക്, ഇങ്ങനത്തെ ഓരോ ഡിഫറെന്റ് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. എടുക്കുക, കസ്റ്റമൈസ് കൊടുക്കുക. അല്ല ഇതൊന്നും വേണ്ടെങ്കിലാണ് ഫ്രം സ്ക്രാച്ച് നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉള്ളത്. പിന്നെ ഇപ്പോ എന്താ പറയാ, ഇവിടെ ഫോണ്ടിന്റെ കളറ്, ഇറ്റാലിക്, ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ അത് അപ്പർ കേസ്, ഓൾ അപ്പർ കേസ്, അല്ലെങ്കിൽ ഒരു അതായത് എല്ലാ അപ്പർ കേസ് വേണം എന്നുള്ളൊരു ഇത് വരികയാണ്. സെലക്ട് ചെയ്യാം, ഉണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അപ്പർ കേസ് എന്നുള്ള രൂപത്തിൽ മാറി. നിങ്ങളെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്രസ്സ്, ഫോൺ നമ്പർ ഇത് കൊടുക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ല നിങ്ങൾക്ക് നിങ്ങളൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ഇത് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു സംഭവം കൂടി സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഫോണ്ട് ഈ ഷെയർ എന്നുള്ളതാണ് സേവ് ചെയ്യാൻ. ഞാനിപ്പോൾ ഡൗൺലോഡ് കൊടുക്കും. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഇതൊരു പ്രീമിയം ഇതായതുകൊണ്ട് കുറേ ഭയങ്കര ക്വാളിറ്റി കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ചെറിയൊരു ഇപ്പോൾ ഏകദേശം ഈ ഒരു 1 എന്നുള്ള സിംഗിൾ നമ്പർ വരെ കിട്ടുന്നുണ്ടാവുള്ളൂ. ഒരു പ്രീമിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ഇതായിട്ട് കിട്ടും, നല്ല ക്വാളിറ്റിയോടുള്ള ഫോട്ടോസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് സൈസും കൂടും എന്നുള്ളതാണ്. ഇത് PNG ആയിട്ടോ അല്ലെങ്കിൽ JPG ആയിട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ PDF ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ MP4 ആയിട്ട് കൊടുക്കുക. അതെല്ലാം ഒരു PPT ആണെന്നുണ്ടെങ്കിൽ PPTX എന്നുള്ള ഈ ഒരു ഫോർമാറ്റിൽ കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ PNG കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഒരു ഇമേജ് ഡൗൺലോഡ് ആവുന്ന പിന്നെ ഇത് കാണിക്കും. എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ചോദിക്കും. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ ഡൗൺലോഡായി. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആയിട്ടാണ്. ബോൾഡാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളു. അതിൻ്റെ ഒരു ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ കണ്ടോ ഈ ഒരു സംഭവം നമുക്ക് ഓരോ എലമെന്റുകൾ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് കാണിച്ചു തരും, ഒരു മാർജിൻ ആ രൂപത്തിൽ. അപ്പോൾ അവിടെ ഇവിടെ കൊണ്ടുപോയി വെക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കറക്റ്റ് ഒരു എല്ലാം ഒരു അറേഞ്ച്ഡ് ആയിട്ട് ഒരു ഓർഡർ എന്നുള്ള രൂപത്തിൽ നമുക്ക് വെക്കാനാണ് ഈ ഒരു സംഭവം കാണിച്ചിരുന്നത്, ഒരു ലൈനായിട്ട്.
അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഒരു നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ സംഭവം ഇത് കുറച്ച് ഇങ്ങോട്ട് വെച്ചു, ഇത് കുറച്ച് ഇങ്ങനെ വെച്ചു. അപ്പൊ ഒരു കാണാനൊരു ലുക്ക് ഇതുണ്ടാവില്ല. പക്ഷെ അത് എന്താണ് നല്ലൊരു സ്പേസോട് കൂടിയിട്ട് ഇതിന്റെ ഇപ്പൊ മുകളിൽ തന്നെ ആ ഒരു ഇതിനനുസരിച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സംഭവമായി. പിന്നെ ഈ ഒരു ഈ ഫോണ്ടിന്റെ ലൈൻ ലെറ്റർ സ്പേസിംഗ് ഒക്കെയാണ്. അപ്പൊ ലെറ്ററിന്റെ സംഭവങ്ങളിൽ ഇത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ വരിക, ഈ ഒരു ആരോ കണ്ടോ, അത് സെലക്ട് ചെയ്താണ് ഇവിടെ വരിക. അപ്പോൾ അത് 0 മുതൽ അങ്ങോട്ട് മൈനസും പ്ലസും ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സംഭവം കൂടിയിട്ട് കുറഞ്ഞിട്ടല്ല. അതുപോലെ ലൈൻ സ്പേസിങ്, അപ്പൊ ഈ രണ്ട് ലൈൻ തമ്മിൽ എത്ര സ്പേസിങ് വേണോ അത് കൂട്ടണോ കുറക്കണോ എന്നുള്ളതായിട്ട് അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്ത അതാവും. ഇങ്ങനെയാണ് ഒരു പോസ്റ്ററിന്റെ ഒരു കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് ഇതാവുക. പിന്നെ ഇവിടെ ഒരു മോക്കപ്പ് എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ഓഡിയോയില് മാജിക് മീഡിയയില് പ്രത്യേകിച്ച് ഒന്നും ഇതില്ല. ഒരു ഇമേജ് ഇപ്പൊ നേരത്തെ നമ്മളൊരു സംഭവം AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയുള്ളതാണ് ഒരു സംഭവം തന്നെയാണ് വരുന്നത്. പിന്നെ AI വോയിസ് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വോയിസ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് മലയാളം ഒന്നും വന്നിട്ടില്ല, ഇംഗ്ലീഷ് വോയിസ് തന്നെ. പിന്നെ മോക്കപ്പാണ് വരുന്നത്. ഇപ്പൊ സപ്പോസ് മോക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സാമ്പിൾ ഒരു കാര്യം ഇപ്പോ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് ഓരോ രൂപത്തിലുള്ളത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ ഈ ഒരു ഇമേജ് ഒരു കപ്പില് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു. അപ്പൊ നമ്മൾ മഗ് പ്രിന്റ് ചെയ്യുക, കപ്പല്ല മഗ് പ്രിന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോ ഒരു ഇമേജ് കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്യുന്നതിനാണ് നമ്മൾ മോക്കപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ സാമ്പിൾ എന്നുള്ള രൂപത്തിൽ ഞാനിപ്പോ ഒരു ഇമേജ്, എൻ്റെ ഒരു ഫോട്ടോ അതിലിട്ട് കൊടുക്കുക, കപ്പിൽ പ്രിന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കപ്പിൽ ഇതാക്കാനുള്ളത്. അപ്പോൾ ഈ രൂപത്തിലുണ്ടാവും എന്ന് കാണിച്ചു. ഇതാണ് മോക്കപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെല്ലാം ഇപ്പോ ഇഷ്ടംപോലെ വേറെ ഇതുകൾ ഇപ്പൊ നമ്മളൊരു ഡിലീറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട്. ഒരു മൊബൈലിന്റെ ഒരു സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം മൊബൈലിന്റെ ഒരു സ്ക്രീനിൽ കൊടുത്ത് അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഒരു ലാപ്ടോപ്പ് സ്ക്രീന്, അതിൽ ഒരു ഇമേജ് ഒരു കേക്കിന്റെ ഒരു നല്ലൊരു ഇമേജ് ഈ രൂപത്തിൽ അപ്പൊ അങ്ങനെ അതാണ് മോക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ AI ലോഗോ മേക്കർ, ഇതിൽ പ്രത്യേകിച്ച് അധികം ഒരു ഇതില്ല. നമുക്കൊരു ലോഗോ ഒക്കെ മേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യാൻ നമ്മുടെ എന്താണ് ഐഡിയ എന്നുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ കളർ ഇങ്ങനത്തെ കൊടുത്ത് ഫ്രീയില് കിട്ടില്ല. പിന്നെ അതില് കുറച്ച് ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൈസിങ്ങും ചെറുതായിട്ട് ഇത് വരുന്നുണ്ട്.
അത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത്. അപ്പൊ ചെയ്തു നോക്കാം. പോസ്റ്റർ കാര്യങ്ങളൊക്കെ സാമ്പിളായിട്ട് ചെയ്തു നോക്കുക. ഇനി ഇതില് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഇതായിട്ടുണ്ടോ? അങ്ങനെ അൺമ്യൂട്ട് ചെയ്യാം. ഇല്ല, ഇത് ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ചെയ്തു നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ദിവസത്തെ എടുത്ത ക്ലാസ് ഒന്ന് നമുക്ക് റെക്കോർഡ് ചെയ്തൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ ആ ഒരു ആപ്പിന്റെ ഇതുണ്ടല്ലോ, അത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എഡിറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് വെച്ചിട്ടാണ്. അത് ഇതല്ലേ വീഡിയോ എഡിറ്റിംഗ് അതല്ലേ ഉദ്ദേശിക്കുന്നത്? വീഡിയോ എഡിറ്റിംഗ് അല്ല, ഞാനൊരു ദിവസം ക്ലാസ് ഇല്ലായിരുന്നു ആ ദിവസത്തെ. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന്റെ സൂമിന്റെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ അതൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം യൂട്യൂബിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റണം അത്. ഇത് ഓൾറെഡി ഉള്ള ഒരു സംഭവം ഫുള്ളായി കിടക്കുകയാണ്. സൂമിന്റെ ആ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്തുതരാം. പിന്നെ ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ ഈ ഇൻഷോട്ടിന്റെയും ക്യാപ് കട്ടിന്റെയും കാര്യങ്ങൾ അത് ഞാൻ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് അതൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലോ പിന്നെ ചെയ്തിട്ട് ഞാൻ ഇതായി തരാം. അതിൽ രണ്ടിന്റെയും ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ. ഓക്കെ, അപ്പോ എന്നാ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഓക്കെ. ശരി ശരി. നാളെ അപ്പോൾ നാളത്തെ ഞാൻ പറയാം. നാളെ എനിക്കൊരു ചിലപ്പോൾ ഒരു സ്ഥലം പോകണ്ട. അപ്പോൾ അവിടുന്ന് പോയി തിരിച്ചെത്താൻ കഴിയുകയാണെങ്കിൽ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല, എന്റെ ഒരു അഭിപ്രായം ഇടയ്ക്കിടയ്ക്ക് ഒരു ലീവ് എടുക്കുന്നത് നല്ല. നമുക്ക് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാലോ, ചെക്ക് ചെയ്യാലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. നമുക്ക് സമയം കിട്ടും ചെയ്യാൻ വേണ്ടിട്ട്. അതന്നെ ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ അതെ അതെ. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നാളെ മറ്റന്നാളെ നോക്കാം. ഓക്കെ. ശരി ശരി. ശരി ശരി. താങ്ക് യു.